ഹായ് മക്കളെ, അങ്ങനെ നമ്മുടെ ഓണം എക്സാമിനേഷനും ഓണം വെക്കേഷനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓണം എക്സാം എഴുതിയവരാണെന്നുണ്ടെങ്കിൽ പ്ലസ് വണ്ണിലെ ഓണം എക്സാം എഴുതിയവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആൻസർ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓണം എക്സാമിനേഷന് 3 ചാപ്റ്റേഴ്സ് മാത്രമായിരുന്നു ആസ് പെർ സിലബസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അത് വെച്ചിട്ടായിരുന്നു നമ്മൾ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ക്രിസ്മസ് എക്സാമിനേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത്. നമുക്ക് അവിടെ 8 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്. അതായത് നമ്മുടെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സും പിന്നീട് അങ്ങോട്ടുള്ള 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ക്രിസ്മസ് എക്സാമിനേഷനിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ മാത്രമാണ് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിസിനസ് സർവീസ് എന്ന ചാപ്റ്റർ ആണ്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. അതായത് പബ്ലിക് എക്സാമിനേഷനിലേക്ക് ഒരു എസ്എ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ബിസിനസ് സർവീസ് എന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് ആണ്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. 4 മാർക്ക് 5 മാർക്ക് എന്നിങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഇനി 6ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ് ഈ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത്. കുറച്ച് കോണ്ടന്റുകളും കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത്. ഇനി 7ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് എ കമ്പനിയാണ്. ഒരു കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന ചാപ്റ്റർ. ഇനി ലാസ്റ്റ് 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. അതായത് ഒരു ബിസിനസ് നടത്തുന്ന സമയത്ത് ഏതെല്ലാം ഫണ്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എത്തരത്തിലുള്ള സോഴ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതും കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വളരെ വലിയ ചാപ്റ്ററുമാണ്. ഈ ചാപ്റ്റർ നമുക്ക് ഒരു എസ്എ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യത്തെ 8 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, അല്ലാതെ 5 ചാപ്റ്റേഴ്സ് അല്ല. ആദ്യത്തെ ഫസ്റ്റ് ടേമിന്റെ 3 ചാപ്റ്റേഴ്സും പിന്നീട് അങ്ങോട്ടുള്ള 5 ചാപ്റ്റേഴ്സും, അങ്ങനെ 8 ചാപ്റ്റേഴ്സ് ആണ് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നമ്മൾ പഠിക്കേണ്ടത്. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആഘോഷങ്ങൾ തന്നെയാണ് സ്പോർട്സ് ഫെസ്റ്റിവൽ, ആർട്സ് ഫെസ്റ്റിവൽ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് വരാനുണ്ട്. സോ ഒരുപാട് സമയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് സ്റ്റഡി കാര്യങ്ങളെല്ലാം തന്നെ ബാക്കോട്ട് വെക്കാതെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആർട്സ് ഫെസ്റ്റിവലും അല്ലെങ്കിൽ സ്പോർട്സ് ഫെസ്റ്റിവലും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.